ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്ന ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ. തട്ടിക്കൂട്ട് സാമ്പാറിന് വിളിക്കാൻ കാരണം സാമ്പാറിന് വേണ്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കഷ്ണങ്ങളില്ലെങ്കിലും ഒരു സവാളയും തക്കാളിയൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. നമുക്ക് ചോറിൻ്റെയും ഇഡ്ഡലിയുടെയും കൂടെയൊക്കെ കൂട്ടാട്ടോ. അപ്പോൾ അതിനായിട്ട് വേവിച്ച് വെച്ച പരിപ്പിലേക്ക് നമ്മൾ സവാളയും തക്കാളിയും പിന്നെ നമ്മുടെ പൊടികൾ, നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇതിൽ ചേർക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, പച്ചമുളക് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാം, മല്ലിയില, കറിവേപ്പില അതൊക്കെ നമുക്ക് ചേർക്കാം. പിന്നെ നമ്മുടെ പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒന്നോ രണ്ടോ വിസിൽ വെച്ചെടുക്കാം കേട്ടോ. നമുക്ക് ചോറിൻ്റെയും ദോശയുടെയൊക്കെ കൂടെ ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്ന് പറയുമ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം, അത് ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റിൽ ഒക്കെ നമുക്കിത് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കുക്കറിൽ വിസിൽ വരേണ്ട ടൈമേ ഉള്ളൂ കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് കഷ്ണങ്ങൾ അരിയേണ്ട ആവശ്യമില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു സാമ്പാർ തട്ടിക്കൂട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തട്ടിക്കൂട്ട് സാമ്പാർ റെഡി. എല്ലാവരും ട്രൈ ചെയ്യൂ കേട്ടോ.